ഭൂകമ്പത്തെക്കുറിച്ചാണ്. ഏതാണ്ട് 188 പേർ മരിച്ചു എന്നാണ് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ എന്നാൽ അതിലും കൂടുതൽ ആളുകൾക്ക് മരണം സംഭവിച്ചതിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. സ്ഥിരീകരിക്കാത്ത വാർത്തകളാണ്. എന്നാൽ പോലും പി അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? SKN അവിടുത്തെ വെനിൻസുവലൻ സർക്കാർ ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുന്ന കണക്കാണ് 188 പേർ മരണമടഞ്ഞു എന്നുള്ളത്. പക്ഷേ ആയിരക്കണക്കിന് ആൾക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 10,000-കണക്കിന് ആൾക്കാരെ കാണാനില്ല. അവരൊക്കെ ഈ കെട്ടിടങ്ങൾക്കിടയിൽ, നൂറുകണക്കിന് കെട്ടിടങ്ങൾ കരാക്കാസിൽ തന്നെ തകർന്നു വീണിട്ടുണ്ട്. വലിയ രീതിയിലുള്ള കലാമിറ്റിയാണ്. പലരും സഹായം ചോദിച്ച് നിലവിളിക്കുന്നതിൻ്റെ ശബ്ദം കേൾക്കുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. SKN BBC റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 235 പേർ കൊല്ലപ്പെട്ടു എന്നാണ്. മറ്റ് റഷ്യ, ചൈന, അതുപോലെ തന്നെ യൂറോപ്യൻ മാധ്യമങ്ങളിലൊക്കെ മരണസംഖ്യ 250-നും 300-നും ഇടയ്ക്ക് എന്നുള്ള രീതിയിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ കാണാതായ ആൾക്കാർ 11,000-ൽ പരമാണ് എന്ന് ഒരു വിഭാഗവും 10,000-കണക്കിനുണ്ടെന്ന് പറയുന്നു. US ജിയോളജിക്കൽ സർവേ ഇന്നലെ പറഞ്ഞത് 100,000 വരെ ആൾക്കാർ മരിക്കാനിടയുണ്ട്. അത് ഇത്തിരി കടന്ന കണക്കാണ്. അത് നമുക്ക് വിശ്വസിക്കാൻ വയ്യ. എന്തായാലും നമ്മൾ വിചാരിച്ചതിനേക്കാളൊക്കെ വലിയ രീതിയിലുള്ള മരണസംഖ്യ അടുത്ത ദിവസങ്ങൾ ഉയരുമെന്നുള്ള സങ്കടകരമായിട്ടുള്ള സൂചനകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സഹായങ്ങൾ പ്രവഹിക്കുന്നുണ്ട്. അമേരിക്ക 150 മില്യൺ ദശലക്ഷം ഡോളർ സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതേ അമേരിക്ക തന്നെയാണ് അവിടെ കയറിപ്പറ്റി അവിടുത്തെ മഡൂറോയും ഭാര്യയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്, രാഷ്ട്രീയ ഭൂകമ്പം ഉണ്ടാക്കിയത്. ഇപ്പോൾ അമേരിക്ക കണ്ണീരോടെ അവരെ സഹായിക്കാൻ എത്തുന്നു. ഇന്ത്യയിൽ നിന്ന് സഹായം എത്തുന്നുണ്ട്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, അയൽ രാജ്യങ്ങൾ, മെക്സിക്കോ, ഇക്വഡോർ തുടങ്ങി ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ഇതെത്തുന്നുണ്ട്. ഈ ഇന്ത്യ മരുന്നുകളാണ് പ്രധാനമായി അയക്കുന്നത്, മരുന്ന്, വസ്ത്രം തുടങ്ങിയിട്ടുള്ള. കാരണം എല്ലാവരുടെയും വീടുകളൊക്കെ പോയി. SKN 10,000-കണക്കിന് വീടുകളാണ് തകർന്നിരിക്കുന്നത്. വെനിൻസുലൻ ഭൂകമ്പം 7.1 ആദ്യത്തിലും 40 സെക്കൻഡിന് ശേഷം 7.5 രേഖപ്പെടുത്തി. ഇരട്ട ഭൂകമ്പം അപൂർവമാണ്. ആ ഇരട്ട ഭൂകമ്പത്തിലാണ് ഇത്രയും വലിയ നാശം സംഭവിച്ചിട്ടുള്ളത്. ജപ്പാനിലുണ്ടായി, കാലിഫോർണിയയിലുണ്ടായി, ഫിജി ഐലൻഡ്സിലുണ്ടായി. അങ്ങനെ വലിയൊരു ഭാഗത്താണ് 10 കിലോമീറ്റർ ആഴത്തിൽ മാത്രം ഇത് ചെയ്തുകൊണ്ടാണ് ഇത്രയും വലിയ നാശം. ഭൂമിയുടെ പുറന്തോട് പൊട്ടി പുറത്തു വന്നു എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.